കേശു കേശു എന്നെന്തിനാ വിളിക്കണേ? നീ ഉറങ്ങിക്കോ മക്കളെ കേശു കേശു പോടാ. വണ്ടി എടുക്കാൻ പോണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ വണ്ടി എടുക്കാൻ? 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വിഷ്ണു നിന്റെ അടുത്ത്? എന്തോരം വണ്ടി എന്നറിയാമോ റോഡിലൊക്കെ? വണ്ടിയുടെ ബഹളമാണ്. പ്രാർത്ഥിച്ച് വണ്ടി എടുത്ത വണ്ടി അവിടെ ഇവിടെ തട്ടിയും മുട്ടിയൊന്നുമില്ല. പ്രാർത്ഥിക്ക്. അപ്പൊ എതിരെ വരുന്ന വണ്ടിക്കാരനും പ്രാർത്ഥിക്കാതെ വണ്ടി എടുത്ത് നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയ അല്ലെങ്കിൽ ഇപ്പൊ വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഏച്ചിന്ന് അച്ഛൻ പൈസ മൊത്തം എടുത്തിട്ട് ചിറ്റപ്പൻ എന്ത് കാണിക്കാൻ ഇറ്റപ്പാ? ചേച്ചി എന്തോ ചോറണേ? അച്ഛൻ വെറും 15,000 രൂപയല്ലേ എടുക്കത്തുള്ളൂ. ബാക്കി പൈസ മൊത്തം അവർ സേഫ് അല്ലേ? ആ നിന്റെ അച്ഛനല്ലേ ആള്? ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ബാക്കി കാണില്ല. അമ്മമ്മക്ക് ചായ കുടിക്കണ അടുക്കളയിൽ പോയി തിളപ്പിച്ച് കുടിച്ചാ പോരെ? എന്തിനാ അക്കൗണ്ടിൽ നിന്ന് എടുക്കണം അമ്മയുടെ? ലച്ചു എന്റെ സാരി എന്തേ? അതാലെ മാറിക്കാത്തുണ്ട്. ഏതായാലും മതി. ഞങ്ങളുടെ റൂമിലല്ലേ മാറിക്കാത്ത. അവിടെ കൊണ്ടുവച്ച ചാരി കൊടുത്തോണ്ടേ കല്യാണത്തിന് ബാവു. എന്നാ പിന്നെ നിങ്ങളെ മുണ്ടുഷെട്ട് എന്താ? ഞാൻ ദൂരത്തോണ്ട് അങ്ങോട്ട് പോകാം കല്യാണത്തിന്. ആ ഇവിടെ അടുത്തുള്ള വീട്ടിലെല്ലാം കേറി പറയുവാ ഞാൻ ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെന്ന്. അങ്ങനെ അവള് കയറി പറഞ്ഞ ട്യൂഷൻ പിള്ളേരെ കിട്ടുമോ? ആ ചില വിവരമില്ലാത്ത ആൾക്കാർ വിടും. അവള് കഷ്ടപ്പെടാനായിട്ട് നിനക്ക് സഹിക്കണില്ലല്ലേ? പിന്നെ ഇപ്പോഴും ഇങ്ങനെ വലുതാവുമ്പോ എന്തായിരിക്കും? കുറച്ച് നീളം വെക്കും, മണ്ണാൻ വെക്കും.